നമസ്കാരം. മമ്മൂട്ടി ചിത്രം വെല്ലേട്ടന്റെ 4K പതിപ്പ് ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ദൃശ്യമികവോടെ നവംബർ 29 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. വെല്ലേട്ടന്റെ 4K പതിപ്പിന്റെ റിലീസ് പതിപ്പിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ പലയിടത്തും ബുക്ക് മൈ ഷോയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത കൊച്ചി ഫോറം മാളിൽ റിലീസ് ദിവസമായ നവംബർ 29 തീയതി രാത്രി 10:25 ഷോക്കുള്ള ടിക്കറ്റുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തീർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ആ ഒരു ഷോക്ക് ഓറഞ്ച് അലേർട്ടാണ് കാണുന്നത്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ 2000 റിലീസ് ചെയ്ത വെല്ലേട്ടൻ എന്ന സിനിമ വീണ്ടും ഈയൊരു വേളയിൽ റിലീസ് ചെയ്യുമ്പോൾ സിനിമക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മമ്മൂക്ക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വെല്ലേട്ടൻ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പേർ തിയേറ്ററുകളിലും ധാരാളം പേർ ടിവിയിലും കണ്ടതാണ്. അതിനേക്കാൾ ഭംഗിയോടെ 4K പതിപ്പിൽ വെല്ലേട്ടൻ എത്തുകയാണ്. ആ ഒരു വീഡിയോയിൽ മമ്മൂക്ക അങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്. മലയാള സിനിമയുടെ റിലീസ് ഡാറ്റകൾ നോക്കുമ്പോൾ തന്നെ വെല്ലേട്ടൻ എന്ന സിനിമക്ക് ഒരു വൻപൻ റിലീസാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രം ഏകദേശം 125 സ്ക്രീനിൽ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് ആദ്യ ദിവസം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് ഏകദേശം 350 പരം സ്ക്രീനും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഒരു ആഴ്ച പ്രധാന റിലീസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു 7 ദിവസം ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കാനുള്ള അവസരമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും ചിത്രം കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തുകയാണെങ്കിൽ മികച്ചൊരു കളക്ഷൻ തന്നെ വെല്ലേട്ടൻ എന്ന സിനിമയുടെ 4K പതിപ്പിന് നേടിയെടുക്കാൻ സാധിക്കും. മമ്മൂക്കയുടെ ആദ്യത്തെ 4K പതിപ്പ് റിലീസ് ചിത്രമായ പാലേരി മാണിക്യം വൻ പരാജയമായതുകൊണ്ട് തന്നെ വെല്ലേട്ടൻ സിനിമയുടെ 4K റിലീസ് വിജയിപ്പിച്ചെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആരാധകരുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ വരുന്ന നവംബർ 29 തീയതി വെല്ലേട്ടൻ എന്ന സിനിമയുടെ 4K റിലീസ് പതിപ്പ് കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.